ഭൂമിഗീതം. ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ശ്രീമാൻ ആർ രാജേഷിൻ്റെ അലങ്കാര പക്ഷികളെ വളർത്തലാണ് ഈ ആഴ്ചയിൽ. ആറ്റുകാൽ അമ്പലത്തിൻ്റെ സമീപത്ത് താമസിക്കുന്ന ശ്രീ ആർ രാജേഷിൻ്റെ വീടിൻ്റെ മട്ടുപ്പാവിൽ 300-ലേറെ അലങ്കാര പക്ഷികളുണ്ട്. കൊക്കറ്റീൽ, ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, ഫിഞ്ചസ്, ജാവ ഇത്യാദിയായി ഒട്ടനവധി അലങ്കാര പക്ഷികളെ നമുക്കിവിടെ കാണാം. അവയെ ശാസ്ത്രീയമായി വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു പഠിക്കാം. ഏവർക്കും അതിലേക്ക് സ്വാഗതം. രാജേഷ് ഒരുപാടെണ്ണം ഉണ്ടല്ലോ. പക്ഷേ നിങ്ങളുടെ ഒച്ച കേൾക്കണതിന്റെ നല്ല സന്തോഷമുള്ള കാര്യമാണ്. ഇതെല്ലാം കൂടി എങ്ങനെ നോക്കാൻ സമയമൊക്കെ കിട്ടുന്നുണ്ടോ? അല്ല, വൈഫാണ് നോക്കുന്നത് കൂടുതലും. ഞങ്ങൾ എല്ലാം ചെയ്ത് വെച്ചു കൊടുക്കും. അത് ശരി. കുട്ടികളും കൂടെ സഹായിക്കാറുണ്ട്. പോക്കറ്റില് ആഫ്രിക്കൻ എല്ലാം ഉണ്ട്. അതെ അതെ. അപ്പോൾ നമുക്കിന്ന് ഈ കൊക്കറ്റീലിൽ നിന്ന് തുടങ്ങാം. ഈ കൊക്കറ്റീൽ ഇപ്പൊ എന്ത് പ്രായമുള്ളതാണ്? ഇതിപ്പോ ഏകദേശം ഒരു 8 മാസത്തോളം പ്രായമായിട്ട്. ഇതില് വർത്തമാനം പറയുന്നതുണ്ടോ? വർത്തമാനം പറയുന്നുണ്ട്. കുറച്ച് ഇതില് 400 വേർഡ്സ് വരെ ഇത് മെമ്മറി ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അത് ശരി. നല്ല ഇണക്കമുണ്ടല്ലോ. അത് കുഴപ്പമില്ല. അത് വരും. ഇത് ഈ കൊക്കറ്റീലിന്റെ കുഞ്ഞുങ്ങളാണോ? അതെ അതെ. ഇത് ഫ്ലൈയിങ് കേജ് എന്ന് പറയും. കൊക്കറ്റീലിന്റെ കുഞ്ഞുങ്ങൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചൊരു 2 മാസം കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ഫ്ലൈയിങ് കേജിലേക്ക് വിടുന്നത്. തനിയെ തീറ്റ തിന്നാറാവുമ്പോഴാണോ? അതെ, തനിയെ തീറ്റ തിന്നാറാവുമ്പോഴത്തേക്ക് ഫ്ലൈയിങ് കേജിലേക്ക് നമ്മൾ വിടും. അതിന്റെ പർപ്പസ് എന്താണ്? ഈ ഫ്ലൈയിങ് കേജിൽ കിടന്നാൽ മാത്രമേ ഇതിന് ആരോഗ്യമായിട്ടൊന്ന് പറക്കാനും ഇതിനുള്ള എല്ലാം ഇതുണ്ടാകത്തുള്ളൂ. അപ്പൊ ഇപ്പൊ ഇത് പേരൊന്നും നോക്കാനില്ല? ഇല്ല, ഇത് പേരൊന്നും ആയിട്ടില്ല. ഇത് വിട്ടേക്കുന്നുള്ളൂ. അത് ജോഡി ആയി വരുന്നതേ ഉള്ളൂ. ഇതിനകത്ത് എത്ര നാളെങ്ങനെ ഇടും? ഇതിനകത്ത് ഏകദേശം ഒരു 1.5 വർഷത്തോളം. 1.5 വർഷത്തോളം കിടന്നാൽ മാത്രമേ ഇതിന് പെയറിങ് കറക്റ്റ് ആവുള്ളൂ. കറക്റ്റ് പെയറിങ് ആയി കഴിയുമ്പോൾ ഓരോ പെയറിനെയും നമ്മൾ അടുത്ത ഇതിൽ ബ്രീഡിംഗ് കേജിലേക്ക് മാറ്റും. അപ്പോഴാണ് ബ്രീഡിങ്ങിനുള്ള സമയമാണ്. അതെ അതെ. ഈ ഇപ്പൊ ഒരു കലം വെച്ചേക്കണ എന്തിനാ? അത് നമുക്ക് ഈ കലം വെച്ചിരിക്കുന്നത് ബ്രീഡിങ് ടെൻഡൻസി കാണിക്കും. അതിനകത്ത് അപ്പോഴേക്ക് കയറി തുടങ്ങും. ആ ടെൻഡൻസി കാണുമ്പോൾ നമുക്ക് ആ പേരിനെ മാറ്റാൻ പറ്റും. മാർക്ക് ചെയ്താൽ അറിയാൻ വേണ്ടി. അതെ അതെ, അറിയാൻ വേണ്ടി. ഇതിന് കൊടുക്കുന്ന തീറ്റ മറ്റേതിന് കൊടുക്കണത്? അതെ അതെ, എല്ലാം ഒരേപോലെയുള്ളത് തന്നെ. ആ തീറ്റകൾ അതെ തന്നെയാണ്. അതെ അതെ. ഇതൊരു അഡോളസന്റ് ഏജാണ്. അതെ അതെ അതെ. ശരിക്കും പ്രായപൂർത്തി ആവുന്നവരെ ഇങ്ങനെ കിടക്കാം. അതെ അതെ അതെ. അത് കഴിഞ്ഞ് അത് പെയറാവാനുള്ള ഇതായി കഴിയുമ്പോൾ അതെ അത് പെയർ ചെയ്ത് മാറ്റും. ഇതിപ്പോ 1 വർഷം ഏകദേശം കഴിഞ്ഞു. ഇപ്പം ഇത് ആവാറായി തുടങ്ങി. പെയറിങ് പെയറായി തുടങ്ങി. നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് ഈ സ്റ്റേജിലുള്ളതിനെയാണോ കൊടുക്കണേ? ബ്രീഡിംഗ് പെയറിനെയാണോ? അല്ല, ബ്രീഡിംഗ് പെയറിന് നമ്മൾ ആരും കൊടുക്കാറില്ല. നമ്മൾ ഒരു 3 മാസം അത് തന്നെ ആഹാരം കഴിച്ചു തുടങ്ങുന്ന സമയത്താണ് കൊടുക്കുന്നത്. അപ്പൊ അവര് മേടിച്ച് 1 കൊല്ലം കഴിഞ്ഞാൽ 1-1.5 കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ 1 കൊല്ലത്തിൽ തന്നെ ബ്രീഡ് ആവുന്നുണ്ട്. പക്ഷെ അതൊരു പ്രോപ്പറായിട്ടുള്ള ബ്രീഡിംഗ് അല്ല. ഇതെന്ത് പക്ഷികളാണ്? പിഞ്ചസ് എന്നാണ് പറയുന്നത്. ഇത് വലിയ പരിചരണമൊന്നും വേണ്ടാത്ത ഒരു ബേർഡാണ്. ഇതിനകത്ത് തെന തന്നെയാണ് ഞാൻ ആഹാരമായിട്ട് കൊടുക്കുന്നത്. എഗ് ഫുഡ് കൊടുക്കും. പിന്നെ ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റിയായിട്ട് കഴിക്കുന്ന ബ്രെഡ് പാലിൽ കുതിർത്ത് വെച്ച് കൊടുത്താൽ വളരെ ഇതായിട്ട് കഴിക്കാറുണ്ട്. പെട്ടെന്ന് ബ്രീഡാവും. ഒരു പ്രാവശ്യം തന്നെ 4 ഒരു കിളിക്കുഞ്ഞുങ്ങളെ മേടിച്ചിട്ട് എത്ര മാസം ആകുമ്പോൾ ബ്രീഡാവും? ഇതൊരു 6 മാസം കൊണ്ട് തന്നെ ബ്രീഡാവുന്നു. 6 മാസം പോലും വേണ്ട, അതിന് മുമ്പ് ബ്രീഡായി തുടങ്ങുന്നത്. 1 വർഷം എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ബ്രീഡിംഗ് ആണ്. കുഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഉടനെ തന്നെ ഒരു ബ്രീഡിംഗിൽ എത്ര 4 മുതൽ 6 കുഞ്ഞു വരെ കിട്ടാറുണ്ട്. ഇത് എന്ത് വിലയുണ്ട്? നമുക്ക് മാർക്കറ്റിൽ 300 രൂപയ്ക്കകത്ത് വിലയുണ്ട്.
കൂട് വെക്കുന്ന സ്വഭാവം എങ്ങനെ? കൂടെ ഉണ്ട്. നമ്മൾ ചകിരി അതിനകത്ത് നമ്മൾ പുറത്തു കൊണ്ട് വെച്ചു കൊടുത്താൽ നിലത്തിട്ടാണ് അവരെടുത്തോണ്ട് പോയി കൂട് ഓരോന്നായി കൊണ്ടുപോയി വെച്ചു. ആ വെളുത്ത് കാണുന്നത് ഇത് തന്നെയാണോ? അതെ അതെ, പിഞ്ചസിന്റെ തന്നെ ഒരു വെള്ള, കുറച്ചുകൂടി വില കൂടുതൽ കിട്ടുന്നതാണ് വെള്ള. മറ്റേ സീബ്ര പിഞ്ചസ്. ഈ ഫിഞ്ചസിന് കൂടിയ ഇനമൊക്കെ ഉണ്ട്. ഉണ്ട്. ഗോൾഡൻ ഉണ്ട്. അതൊക്കെ വന്നിട്ട് 5000 രൂപയോളം വിലയുള്ള. ബ്രീഡാവാൻ കുറച്ച് പ്രയാസമാണ്. ബ്രീഡ് ആവുന്നില്ല എന്നാണ് പറയുന്നത്. വളരെ കുറച്ച് മാത്രമേ സീബ്രാഫിന്റെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ബ്രീഡാവുന്നത്. വലിയ പരിചയം. ഒരു ജോഡി ഇട്ടാല് അത് എത്ര വർഷം നമുക്ക് മുട്ടയിട്ടുകൊണ്ടിരിക്കും? ഇതിപ്പോ നമുക്ക് ഒരു 7-8 വർഷം വരെ പിഞ്ചസൊക്കെ ഒരു പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. അത് കഴിയുമ്പോഴേ മാറ്റുന്നത് വരുന്നത്. അപ്പൊ രാജേഷേ, കൂട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. ഇത് ജയചന്ദ്രനാണ്, എന്റെ ഫ്രണ്ടാണ്. ബേഡ്സ് കുറച്ച് വീട്ടിൽ ബേഡ്സ് വളർത്തുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ഫ്രണ്ട്സ്, ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട് ബേഡ്സ് വളർത്തുന്ന എല്ലാവരും കൂടെ ചേർന്നിട്ട്. അത് ഇതിന്റെ പുള്ളിയുടെ ഒരു സംഘടനയുണ്ട്, സംഘടന ബേഡ് കീപ്പേഴ്സ് സൊസൈറ്റി. അതിന്റെ പ്രസിഡന്റാണ് പ്രകാശ് എന്നാണ് പേര്. ട്രിവാൻഡ്രം ബേഡ് കീപ്പേഴ്സ് സൊസൈറ്റി എന്ന് പറഞ്ഞ് പക്ഷി വളർത്തുന്നവരുടെ ഒരു കൂട്ടായ്മ. ഞാൻ അതിന്റെ ഒരു പ്രസിദ്ധീകരണമൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ പക്ഷി വളർത്തലിനകത്തൊരു കൂട്ടായ്മയാണ്. ഞങ്ങൾ എല്ലാവരും പരസ്പരം അറിവുകൾ പങ്കുവയ്ക്കും. ഒരുപാട് വർഷങ്ങളായിട്ട് വളർത്തുന്നവർ അവരുടെ അറിവുകൾ പങ്കുവയ്ക്കും. അതുപോലെ വർഷങ്ങളായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ എക്സ്പീരിയൻസ്, ചില പൊടിക്കൈകൾ അതെല്ലാം പങ്കുവയ്ക്കും. പിന്നെ വിദേശത്തു നിന്നുള്ള അറിവുകൾ, അതായത് വിദേശത്തെ ബ്രീഡർമാരുമായിട്ടുള്ള ഫേസ്ബുക്ക്, പിന്നെ വിദേശത്തെ ബെൽജിയം ലവ് ബേർഡ് അസോസിയേഷനിലെ മെമ്പറാണ്. അത് ശരി. അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ്. അതങ്ങനെ ഈ ബെൽജിയം ലവ് ബേർഡ്സ് അസോസിയേഷൻ അത് ഞാനിത് വളർത്തുന്ന സമയത്ത് സത്യം പറഞ്ഞ ഇവിടെ ഞാൻ ഞങ്ങളുടെ നമ്മുടെ സൊസൈറ്റിയിൽ വന്ന് വലിയ അവിടെ നിന്നുള്ള ആദ്യത്തെ കിട്ടിയ മാഗസീൻസൊക്കെയാണ് വാങ്ങി പഠിച്ചത്. അപ്പോൾ അതിൽ നമുക്ക് ഈ ആഫ്രിക്കൻ സംഭവം ഞാൻ വളർത്തി തുടങ്ങിയ സമയത്ത് കുറച്ചുകൂടെ പഠിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ വെബ്സൈറ്റ് എല്ലാം സർവീസ്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളതിന് വേണ്ടി ഏറ്റവും ഇന്ന് ലോകത്തിലെ ഏറ്റവും മറ്റൊരു സൊസൈറ്റി പറയുന്നത് ബെൽജിയം ലവ് ബേർഡ് സൊസൈറ്റി ഇതാണെന്ന് ഞാനതിൽ മെമ്പർഷിപ്പ്. എനിക്ക് 2 മാസം കൂടുമ്പോൾ ഒരു മാഗസീനാണ്. അതിൽ വരെ പറയുന്ന അറിവുകളെന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ഞാനത് എനിക്ക് കിട്ടുന്ന അറിവുകൾ അവിടെ മെമ്പർമാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം. കൊള്ളാം. നല്ലൊരു സംരംഭം. അങ്ങനെ കൂട്ടായ സംരംഭമാണെങ്കിലാണ് അതിന് നല്ല റിസൾട്ട് എപ്പോഴും കിട്ടും. നമുക്കെന്താ ഇനി ഇതിലോട്ട് കടക്കാം. ഇത് എന്തരം പക്ഷിയാണ്? ഇത് കോക്കറ്റെയിലാണ് സർ. കോക്കറ്റെയിൽ ഏറ്റവും വില കൂടിയ ഒരു പക്ഷിയാണിത്. ഈ വൈറ്റ് കോക്കറ്റെയിൽ. അതെ, ആൽബിനോ എന്ന് പറയും. അതായത് ലൂട്ടിന വൈറ്റ് ഫേസ് എന്നാണ് മറ്റൊരു പേര്. ലൂട്ടിന വൈറ്റ് ഫേസ്, ആൽബിനോ എന്നും പറയാറുണ്ട്. ആൽബിനോ കോക്കറ്റെയിൽ എന്നും പറയാറുണ്ട്. അപ്പൊ 2 പേരുണ്ട്. ഇതിന് ഏകദേശം ജോഡിക്ക് 8000 രൂപയോളം മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ട്. ഇതിപ്പോ ഒരെണ്ണത്തിന് വേണ്ടി കാണുന്നുള്ളൂ. അല്ല, ഇത് ഒരു ഇതിന്റെ ഫീമെയിൽ ഇതിനകത്ത് ഇരിക്കുകയാണ്, മുട്ടയിട്ട് അടയിരിക്കുകയാണ്. അത് ശരി, അത് ശരി. ഇതിന്റെ സംരക്ഷണം അങ്ങനെയാണ്. എന്താണ് ഇതിന് തീറ്റ കൊടുക്കുന്നത്? തീറ്റ നമ്മള് തെനയാണ് കൂടുതൽ ഇതിന് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം കുതിർത്ത ധാന്യങ്ങൾ, ഇവിടെ കടല, ഗ്രീൻ പീസ്, പയർ വർഗ്ഗങ്ങളെല്ലാം ഇതെല്ലാം കൂടി കുതിർത്തിട്ട് ഇതിനകത്ത് കൊടുക്കാറുണ്ട്. കടല, ഗ്രീൻ പീസ്, പയർവർഗ്ഗങ്ങളെല്ലാം ഇതെല്ലാം കുതിർത്ത് പൊടിക്കുവോ? ഇല്ല, പൊടിക്കത്തില്ല. അങ്ങനെ തന്നെ കൊടുക്കും. കഴിയുമെങ്കിൽ മുളപ്പിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിലപ്പോൾ മുളയ്ക്കാൻ ചിലപ്പോൾ ചില സമയങ്ങളിൽ അത് കഴിയാറില്ല. എന്നാലും അത് തന്നെ കൊടുത്താൽ മതി. അത് ഈ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന സാധനം കൊടുക്കാൻ പറ്റുമോ? ഇല്ല, മാർക്കറ്റിൽ നിന്ന് വാങ്ങി നമ്മൾ നന്നായി കഴുകി ആണ് ഇത് കുതിർക്കാൻ പറ്റുന്നത്. അവര് പെസ്റ്റിസൈഡ്. അതെ. ഇത് കൂടാതെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം എഗ് ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പൊ എഗ് ഫുഡ് എന്ന് വെച്ചാൽ ബോയിൽ ചെയ്ത എഗ് 20 മിനിറ്റോളം തിളപ്പിച്ച വെള്ളത്തിലിട്ട് 20 മിനിറ്റ് തിളപ്പിക്കണം. മുട്ടയിട്ട് തിളപ്പിച്ചാൽ മാത്രമേ ഇത് കൊടുക്കാൻ പറ്റൂ. ആ മുട്ടയും കൂടെ ഇട്ട്. അതിന്റെ മഞ്ഞ മാത്രമാണോ? അല്ല, മൊത്തം മുട്ടയുടെ തോട് ഉൾപ്പെടെ എടുക്കും. കാൽസ്യത്തിന്റെ ഇത് ചെയ്യാൻ വേണ്ടി തോട് ഉൾപ്പെടെയാണ് ഇതിന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ബ്രെഡിന്റെ പൊടി ഇതെല്ലാം ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഓട്സ്, പിന്നെ ഗോതമ്പിന്റെ തകിട്, പിന്നെ ഗോതമ്പിന്റെ മുള, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ക്യാരറ്റ്, ബീട്രൂട്ട് ഇതും കൂടെ ചേർത്ത് നമ്മൾ ഇതിനകത്ത് കൊടുക്കാറുണ്ട്. അത് ബ്രീഡിങ്ങിന് കുറച്ച് സഹായിക്കും. പിന്നെ കുഞ്ഞുള്ളപ്പോൾ ഇത് മസ്റ്റായിട്ട് കൊടുക്കണം. എല്ലാ ദിവസവും കൊടുക്കാം. കുഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ദിവസവും കൊടുക്കണം, എങ്കിലേ അതിന് ഗ്രോത്ത് ഉണ്ടാവും. അത് തിന്നാൻ മടിയൊന്നുമില്ല. ഇല്ല, തിന്നാൻ മടിയൊന്നും.
ഇതിനെ ഇങ്ങനെ ഓരോ ജോഡിയും പ്രത്യേകമായിട്ടാണോ വളർത്തുന്നത്? അതെ അതെ, പ്രത്യേകം 2 ടൈപ്പ് ബ്രീഡിംഗ് ആണ് ഉള്ളത്. ഒന്ന് കോളനി ബ്രീഡിങ്ങും ഇൻഡിവിജ്വൽ ബ്രീഡിങ്ങും. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ് റിസൾട്ട് കൂടുതലായിട്ട് കാണുന്നത്. ഇത് ഒരു കുഞ്ഞിനെ വളർത്താൻ തുടങ്ങിയാൽ എന്ത് പ്രായമാവുമ്പോൾ ഇത് മുട്ടയിടും? നമുക്കൊരു കോക്കറ്റെയിൽ ആണെങ്കിൽ കുഞ്ഞിറങ്ങി ഒരു 12 മാസം വരെയെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിനു ശേഷം ബ്രീഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല മെച്ചൂരിറ്റി എന്ന് പറയുന്നത് 12 മാസം ആണെങ്കിൽ നമ്മളൊരു 2 വയസ്സോളം ആയതിനു ചെയ്യുന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞ് മെയിലിനെ കൂടെ വിടുകയുള്ളൂ? അല്ല, മെയിലിനെയും കൂടെ വിട്ടേക്കും. നമ്മൾ മുട്ടയിടാനുള്ള കൂട് വെച്ചു കൊടുക്കുന്നത് പിന്നെ സാധാരണഗതിയിൽ മെയിലും ഫീമെയിലും പ്രത്യേകമാണ്. പ്രത്യേകം അപ്പൊ അതുകൊണ്ട് നമ്മൾ 2 വയസ്സാകുന്ന സമയത്താണ് വീട് ചെയ്യുന്ന സമയത്താണ് ഈ കൂടിന് എന്തെങ്കിലും ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടോ? ഇത്ര വലിപ്പം വേണം? അതെ, ഒരു 1.5 അടി സ്ക്വയർ ആയിരിക്കും ഏറ്റവും നല്ലത്. 1.5 അടി സ്ക്വയർ. ഒന്നിൽ കുറയുന്നത് 1.5 അടി വരെയൊക്കെ ആയാൽ നല്ലതാണ്. അതിന്റെ തടി എന്തോ പ്രത്യേക തടി എന്ന് പറഞ്ഞത് വേപ്പിന്റെ തടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിന്റെ കീടങ്ങളുടെ ആക്രമണമൊന്നും ഉണ്ടാവാതിരിക്കണം. ഇതിന്റെ അതുപോലെ ഇതിന്റെ പേനൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ വേപ്പിന്റെ തടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓരോ പ്രാവശ്യത്തെയും ബ്രീഡിങ് കഴിഞ്ഞ് കുഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ഈ കൂട് തുറന്ന് വൃത്തിയാക്കി നമ്മൾ അതിൽ ഡെറ്റോളോ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് അണുമുക്തമാക്കി ഉണക്കിയതിന് ശേഷം മാത്രമേ അടുത്ത് വെച്ചു കൊടുക്കാം. ഒരാണ്ടിൽ എത്ര പ്രാവശ്യം ബ്രീഡിങ്? നമ്മൾ 4 പ്രാവശ്യം വരെ ചെയ്യാൻ കഴിയും. ഒരു പ്രാവശ്യം എത്ര കുഞ്ഞു വരെ എത്ര മുട്ട ഇടും? 5 or 6 മുട്ട ഇടാറുണ്ട്. പക്ഷെ നമുക്ക് 4 ഒക്കെ കിട്ടത്തുള്ളൂ. 4, 3 ഒക്കെ കിട്ടത്തുള്ളൂ. ഇതെന്റെ വൈഫ് സ്മിത എന്നാണ് പേര്. ഹൗസ് വൈഫാണ്. പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കാര്യങ്ങൾ പക്ഷിയുടെ കാര്യങ്ങളെല്ലാം നല്ല ജോലി നോക്കുന്നത്. മകനാണ് ഗൗതം, 6ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. മോള് 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഗീതു എന്നാണ്. രാജേഷ്, ഈ നിറമുള്ള കിളികളെ എന്തിനാണിത്? ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ്. ഇതില് പച്ച കളറിൽ കാണുന്ന അത് പാസ്റ്റൽ ഗ്രീൻ എന്ന് പറയും. പാസ്റ്റൽ ഗ്രീൻ. മറ്റേത് ഇപ്പോഴത്തെ പറയുന്നത് പാസ്റ്റൽ ബ്ലൂ എന്ന് പറയും. പാസ്റ്റൽ ബ്ലൂവും പാസ്റ്റൽ ഗ്രീനും ആണോ ഉള്ളത്? പച്ചയുള്ളത് പാസ്റ്റൽ ഗ്രീൻ. അതെ, മറ്റേ പാസ്റ്റൽ ബ്ലൂ കളർ കാണുന്ന അതിനെ പാസ്റ്റൽ ബ്ലൂ എന്ന് പറയും. ഇതൊരു ആഫ്രിക്കനിലെ റിംഗ് ഉള്ള ടൈപ്പ്. റിംഗ് എന്ന് പറയുന്നത് കണ്ണിന്റെ ചുറ്റും കാണുന്നതാണ് റിംഗ് എന്ന് പറയുന്നത്. ഇതിന് ഒരു ജോഡിക്ക് എന്ത് വിലയുണ്ട്? ഇതൊരു 3000 രൂപ ഉള്ളതുണ്ട്. ഇതിനകത്ത് ബ്ലൂവിന് ഏകദേശം 4000 രൂപയോളം കിട്ടുന്നുണ്ട് ഒരു ജോഡി. ഇതിൽ ആണും പെണ്ണും എങ്ങനെ തിരിച്ചറിയും? ഇത് മെയിലും ഫീമെയിലും നമ്മൾ ഇതിനകത്തൊരു ബോൺ നോക്കിയിട്ടാണ്. അതിന്റെ താഴെയുള്ള ഒരു ബോൺ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റാതെ കിളിയെ പിടിച്ചാലും അത് കാലിനിടയിൽ 2 ബോൺ ഉണ്ട്. അതിന്റെ അടുത്തിരിക്കുന്ന അകലവും മനസ്സിലാക്കിയിട്ടാണ് മെയിലും ഫീമെയിലും തിരിച്ചറിയുന്നത്. ഇല്ലെങ്കിൽ DNA ആണ് സാധാരണ. അത്രയും കൂടിയ കിളികളെ DNA ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സൊസൈറ്റി വഴി DNA ചെയ്യുന്നുണ്ട്. 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെയർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മെയിലാണോ ഫീമെയിൽ സർട്ടിഫൈ ചെയ്ത് കിട്ടുന്നത്. എവിടെയാണ് സൊസൈറ്റിയുടെ ആസ്ഥാനം? അല്ല, ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ ഓഫീസാണ്. പക്ഷെ ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഹൈദരാബാദിലാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഫെദർ എടുത്ത് നമ്മൾ അയച്ചു കൊടുത്താൽ മാത്രം. അപ്പൊ അത് ടെസ്റ്റ് ചെയ്താൽ ആണാണ് ഫീമെയിൽ. അതെ, ഇത് ആഫ്രിക്കനിൽ നമുക്ക് മെയിലും ഫീമെയിലും കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മെച്യൂർ ആയി കഴിയുമ്പോൾ പേരൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് അല്ല, ഈ ഫുഡ് കൊടുക്കുന്നത് എപ്പോഴും സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് മെയിൽ എന്നാണ് പറയുന്നത്. ഫുഡ് കുഞ്ഞിനല്ല, മെയില് ഫീമെയിലേക്ക് കൊടുക്കും, ചുണ്ട് കൊണ്ട് കൊടുക്കും. അത് കണ്ട് മനസ്സിലാക്കിയിട്ട് അതെ കുറച്ച് മെച്യൂർ ആയി കഴിയുമ്പോൾ, പേരൊക്കെ ആയി കഴിയുമ്പോൾ മെയിൽ എപ്പോഴും ഫീമെയിലിന് ഫുഡ് ചുണ്ട് വഴി കൊടുത്തുകൊണ്ടിരിക്കും. അത് കണ്ട് നമ്മൾ മെയിലാണെന്ന് ഏകദേശം ഒരു 95% കറക്റ്റ് ആയിരിക്കും. ഗാർഡിയൻ റോള് മെയിലിനാണ്. അതെ. മറ്റേ എണ്ണ കൂടുന്നതൊക്കെ കാണാൻ പറ്റുമോ? അതില്ല, എപ്പോഴും നമ്മൾ പകലൊക്കെ കയറുമ്പോൾ എപ്പോഴും മാറ്റി നിന്ന് നമുക്ക് കാണാൻ പറ്റും. ആൾക്കാർ നിൽക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. അത്
ഇതാണ് വെള്ളം കൊടുക്കുന്നത്. അതെ, വെള്ളം കൊടുക്കുന്നത്. ഇതിന്ന് അതെങ്ങനെയാണ്? ഇത് വന്ന് ഈ ചുണ്ടുകൊണ്ട് ഇവിടെ തട്ടുമ്പോൾ ഇതിൽ നിന്ന് ഡ്രോപ്പായിട്ട് വെള്ളം പോകും. ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ വെള്ളം നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് തന്നെ കിളികൾ വന്ന് കാഷ്ടൊക്കെ ഇട്ട് ചീത്തയാക്കും. അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ. ഇതിനകത്ത് എന്തെങ്കിലും അറേഞ്ച്മെന്റ്? ഇതിനകത്ത് ഒരു ബോൾ മാത്രമേ ഉള്ളൂ. ഈ ബോൾ അതിൽ വന്ന് തട്ടുമ്പോഴേക്കും ഈ ബോൾ അകത്തോട്ട് ഞെക്കുമ്പോൾ വെള്ളം ഇങ്ങോട്ട് വരും. ഓരോ തുള്ളി. അതെ അതെ അതെ. കിളി പഠിച്ചോളൂ. ഇത് കുഞ്ചിലെ ഇത് തന്നെ കൊടുക്കുന്നത്. അതിന്റെ കൂടെയുള്ള അതിന്റെ പാരന്റ് ചെയ്യണ കാണുമ്പോൾ തന്നെ അതും പഠിച്ചോളൂ. ഇത് നമ്മൾ കൂടാതെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മൺപാത്രത്തിൽ വെള്ളം ഇത് കൂടാതെ വെച്ച് കൊടുക്കും. അതിന് കുളിക്കാൻ വെള്ളം വെച്ചാൽ ഉടനെ കുളിക്കും. ഓ, അത് ശരി. കുളിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അതെ. ഈ കൂട് ദിവസം വൃത്തിയാക്കോ? ദിവസമല്ല, ഒരു ആഴ്ചയിൽ ഒരിക്കലൊക്കെ വൃത്തിയാക്കി എന്തെങ്കിലും പെസ്റ്റിസൈഡ് ഇട്ട് കഴുകുമോ? ഇല്ല ഇപ്പൊ അത് ഓരോ ബ്രീഡിംഗ് ഒക്കെ കഴിയുമ്പോഴും മാത്രമേ പെസ്റ്റിസൈഡ് ഇട്ട് നമ്മൾ കഴുകാറുള്ളൂ. ഡെറ്റോൾ ഉപയോഗിക്കാറുണ്ട്. അല്ലാതെ മാർക്കറ്റിൽ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ കിട്ടുന്നുണ്ട്, അത് ഉപയോഗിച്ചാണ്. ഇതിന് മുട്ടയിടാൻ കലമാണോ പെട്ടിയാണോ എന്താണ് വെച്ചത്? ഇത് ആഫ്രിക്കൻ ബോക്സിലും ബ്രീഡ് ആവുന്നുണ്ട്, കലത്തിലും ബ്രീഡ് ആവുന്നുണ്ട്. നമ്മൾ ഈ ബ്രീഡിംഗ് ഏജിലേക്ക് മാറ്റി ഇത് മെയിലിനെയും ഫീമെയിലിനെയും ബ്രീഡിംഗ് ഏജിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് അതിനകത്തൊരു മൺകലമോ ബോക്സോ ഇവിടെ കാണുന്നത് പോലെ ബോക്സോ വെച്ച് കൊടുക്കും. കൂടാതെ ഈ ആഫ്രിക്കൻ ആകുമ്പോൾ നമ്മൾ ഈ മടല് തെങ്ങിന്റെ ഓലയുടെ മധ്യഭാഗത്തെ മടല് ചീകി നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. അത് പലതിലും ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ആ മടല് ഓരോ നാരായിട്ട് ഇതെടുത്ത് കലത്തിൽ കൊണ്ടുപോയി കൂടെ തന്നെ ഉണ്ടാക്കുക. ഉണങ്ങിയ മടൽ, പച്ചമടലാണ് ഏറ്റവും നല്ലത്. അത് പച്ചമടൽ കൊണ്ടുവയ്ക്കും. പക്ഷെ ഉണങ്ങി കഴിയുമ്പോഴേക്കും മുട്ട കറക്റ്റ് ആയിരിക്കും. ആ സമയം കഴിയുമ്പോഴേക്കും ഓരോ നാരായിട്ട് അടർത്തി എടുത്താണ് കൂടെ ഉണ്ടാക്കുന്നത്. തറയിൽ വെച്ച് കൊടുക്കും. തറയിലിട്ട് കൊടുക്കും, തടയിലിട്ട് കൊടുക്കും. അല്ല, പച്ച കളറിലെ പുറത്തുള്ള ഇത് മാത്രം നമ്മൾ ഇളക്കി. ഇത് ഒരു പ്രാവശ്യം മുട്ടയിടുമ്പോ എത്ര മുട്ടയിടും? 5-6 വരെ മുട്ട ഇടാറുണ്ട്. ആഫ്രിക്കൻ ഇടാറുണ്ട്. 4 കുഞ്ഞുങ്ങൾ വരെ കിട്ടാറുണ്ട്. 3-4 കുഞ്ഞുങ്ങൾ വരെ കിട്ടാറുണ്ട്. എന്ത് പ്രായമാകുമ്പോഴാണ് മുട്ടയിട്ട് തുടങ്ങണേ? ഇതിപ്പോ ആഫ്രിക്കനൊക്കെ 1 വർഷം കഴിയുമ്പോൾ 1 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ മുട്ടയിട്ട് എത്ര വർഷം വരെ മുട്ടയിടും? ഇപ്പോ 15 വർഷം വരെയൊക്കെ ഇടുന്നുണ്ട്. ഇതിനകത്ത് വളർത്തുന്നതിന് എളുപ്പമാണ്. കുറച്ച് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്രീഡിംഗ് ആണ്. നമുക്ക് ഇതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയും. എല്ലാവർക്കും ചെയ്യാമെന്നുള്ള വലിയ എഫേർട്ടൊന്നും ഇതിനകത്ത് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത് ഈ നമ്മുടെ പോലെ ഇത്രയും സിറ്റിക്കകത്ത് തന്നെ ഇത്രയും ചെറിയ സ്ഥലത്ത് ചെയ്തിരുന്നെങ്കിൽ എല്ലാവർക്കും ഇതുപോലെയൊക്കെ ചെയ്ത് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ കൂട്ടിൽ എന്താണുള്ളത്? ഇത് ആഫ്രിക്കൻ്റെ തന്നെ. നമ്മൾ ഇവിടുന്ന് കുറെ ബേർഡ്സിനെ ബ്രീഡ് ചെയ്ത് പെയറെടുത്തതിന് ശേഷം ബാലൻസ് വന്ന പക്ഷികളെ ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. ഇത് കോളനി പോലെ ഞാൻ ഇട്ടു ഒന്ന് നോക്കാൻ വേണ്ടിട്ട് മാത്രം. ആഫ്രിക്കൻ ലവ് ബേർഡ് തന്നെ. അത് ആഫ്രിക്കൻ ലവ് ബേർഡ് തന്നെ. കുറെ കുഞ്ഞുങ്ങൾ എന്റെ ഇവിടെ നിന്ന് ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ്. ഇത് ഒന്നിച്ച് ഒരിടത്ത് ഇട്ടിരുന്നു. അതിൽ നിന്നും കുറെ നല്ല പെയറുണ്ടായി. ആ പെയറിനെയൊക്കെ ഞാൻ ബ്രീഡിംഗ് കേജിലേക്ക് മാറ്റി ബാലൻസ് വന്നതിനെ ഇട്ടിരിക്കുകയാണ്. നോക്കാൻ വേണ്ടിട്ട് ഇട്ടിരിക്കുകയാണ്. ഇത് പെയറായതാണ്. മഞ്ഞയ്ക്ക് പറയുന്നത് ലൂട്ടിന എന്നാണ് പറയുന്നത്. മറ്റേതോ അത് മോവ് എന്നാണ് പറയുന്നത്. അത് തമ്മിലുണ്ടാവുന്ന കുഞ്ഞ് മഞ്ഞയായിരിക്കും. മറ്റേ അത് രണ്ടും വരാം. ലൂട്ടിനെയും വരാം. അത് രണ്ടിനും സങ്കരമായിട്ട് വരും. അല്ല, സങ്കരമായിട്ട് വരാറില്ല. അപൂർവമായിട്ട് സങ്കരം വരാറുണ്ട്. ഏതെങ്കിലും ഒന്നായിട്ട് വരും. അതെ, ഒന്നിൽ മഞ്ഞ വരും അല്ലെങ്കിൽ അതെ. സാധാരണ എപ്പോഴും മെയിലിൻ്റെതായിരിക്കും കൂടുതൽ. നമുക്ക് ഏകദേശം 75% മെയിലിന്റെ കുഞ്ഞുങ്ങൾ തന്നെ ആയിരിക്കും. മെയിലിന്റെ ഏതാണോ മെയിലിന്റെ ആ ഇത് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇതെന്താണ് ഈ കെട്ടിത്തൂക്കി വെച്ചേക്കണത്? ഇത് കണവനാക്കാണ്. കണവിൽ നിന്ന് കല്ലൻ കണവ എന്ന് പറയുന്ന കണവിൽ നിന്ന് എടുക്കുന്നതാണ്. കാൽസ്യത്തിന്റെ കുറവ് ഡെഫിഷ്യൻസി പരിഹരിക്കാനായിട്ട് അത് കൊത്തി തിന്നോളൂ. അതിനാവശ്യമുള്ളപ്പോൾ മുട്ടയിടുന്ന സമയത്ത് നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. അതെ. അപ്പൊ വെള്ളമായി, തീറ്റയായി, കാൽസ്യത്തിനുള്ളതായി, വേറെ വല്ല വിറ്റാമിൻ മിനറൽസ് അങ്ങനെ മിനറൽസ് നമ്മൾ ഈ എഗ് ഫുഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എഗ് ഫുഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ കൂടി മിനറൽസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഇത് ഈ വെള്ളം വെച്ചാൽ ഒരു ദിവസത്തേക്ക് ഇത്രയും വെള്ളം മതിയോ? അല്ല, ഒരു 2 ദിവസം വരെ അത്രയും വെള്ളം. സാധാരണ നമ്മൾ കുടിക്കുന്ന വെള്ളം. അതെ. ഐറ്റംസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിനകത്തുള്ളത് ഇത് ആഫ്രിക്കൻ തന്നെ വേറൊരു റിംഗ് ഇല്ലാത്ത ടൈപ്പ്. റിംഗ് ഇല്ലാത്ത ആഫ്രിക്കൻ ലവ് ബേർഡ്സ് തന്നെ റിംഗ് ഇല്ലാത്ത. ഇതിന് ജോഡിക്ക് എന്ത് വിലയുണ്ട്? ഇത് ഇതിനകത്ത് 6000 രൂപ വരെ വിലയുള്ളതുണ്ട്. യെല്ലോ കളറിൽ വരുന്ന ഇതിന് 6000 രൂപ. അല്ല, റിംഗ് ഉള്ളതിന് അത്രയും വില പറഞ്ഞു? റിംഗ് ഉള്ളതിനും വില ഉള്ളതുണ്ട്. 6000 രൂപയുണ്ട്. അത് പല മ്യൂട്ടേഷൻ അനുസരിച്ച് പല വെറൈറ്റിക്ക് പല വിലയാണ് വരുന്നത്. ഇതിലിപ്പോ ഏതാണ് ഏറ്റവും വില കൂടിയത്? ഇതിലിപ്പോ ഈ മഞ്ഞ കളറിൽ കാണുന്നത് ആ ബ്ലൂ ലൈൻ ഉള്ളത് വില കൂടിയതാണ്. ഇനി
ഇത് റെഡ് ഹെഡ് ഒപ്ലൈൻ എന്ന് പറയും. ഈ രണ്ട് കാണുന്ന രണ്ട് ബേർഡ്. അത് ഓറഞ്ച് ഹെഡ് ഒപ്ലൈൻ. ഒപ്ലൈൻ അത് ബ്ലൂവിൽ വരുന്ന ഒപ്ലൈൻ എന്ന് പറയും. എങ്ങനെ വരുമ്പോഴേ ഒപ്ലൈൻ എന്ന് പറയും. ഈ തല വന്നിട്ട് റെഡ് കളറും അതേ കളർ തന്നെ ആയിരിക്കും അതിന്റെ വാലിന്റെ തുമ്പും. അത് ശരി. ഇത് ബ്ലൂ പൈഡ് എന്ന് പറയും. ബ്ലൂ പൈഡ്. ഇത് വളരെ കുറച്ച് കാണുന്ന സാധാരണ കാണുന്നതിനേക്കാൾ അതിന്റെ കുഞ്ഞുങ്ങളാണ് എന്റെ കൂടെ ഉള്ളത്. ഇപ്പൊ ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ്. ബ്ലൂ പൈഡ്. പക്ഷെ അതിന്റെ പാരന്റ് അതാണെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ബ്ലൂ പൈഡ് ഒരെണ്ണേ കിട്ടിയുള്ളൂ. കൂടെ ഉള്ളതൊരു ഫുൾ വേറൊരു ടൈപ്പാണ്. വ്യത്യാസമുണ്ട്. പൈഡ് ആയിട്ടില്ല. ചിലപ്പോ മുതിരുമ്പോ ശരിയാവുക. അതെ. ചിലപ്പോ ഇത് ഡോമിനന്റ് പൈഡ് ആയതുകൊണ്ട് ഇനി ഇത് വളർന്നാലും കളറും ചിലപ്പോൾ വലിയ വ്യത്യാസം വരത്തില്ല. ഈ പഴയ തരം ലവ് ബേർഡ്സ് ഇപ്പോഴില്ലേ? ഉണ്ട്, ലവ് ബേർഡ്സ് ഉണ്ട്. അതിനിപ്പം അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് ഇപ്പൊ കാര്യം വെച്ചാൽ ബേർഡല്ല എക്സ്പെൻസീവ്, അതിനെ കൊടുക്കുന്ന തീറ്റ ഭയങ്കര തീറ്റ. അത് എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഫുള്ളും തിന്നുക എന്നുള്ളതാണ്. അതെ. അതുകൊണ്ട് ആൾക്കാർ ഇപ്പൊ അത് വളർത്തുന്നവര് ഭയങ്കര ഇതിനൊന്നും അങ്ങനെ വലിയ ഇല്ല. അത്ര തീറ്റ ഇല്ല. പക്ഷെ കൊടുക്കുന്നതെല്ലാം നല്ല കോസ്റ്റ്ലി ഫുഡാണ്. കുറച്ചാണ് കൊടുക്കുന്നത്. പക്ഷെ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്കുണ്ട്. ഈ അടി കിടക്കുന്ന ജാവ. അതെ, ജാവ. അല്ല, റെഡ് ആഫ്രിക്കൻ പീച്ച് ഫേസ് എന്ന് പറയും. മുകളിലത്തെ കൂട്ടിലായിരിക്കും. അതെ, അത് മേളിലത്തെ കൂട്ടിലാണ്. പീച്ച് ഫേസ് എന്ന് പറയും ആഫ്രിക്കനിൽ. അതിന്റെ കുഞ്ഞുങ്ങളാണ് ഇതാ കിടക്കുന്നത്, 4 എണ്ണം. പക്ഷെ അത് വളർന്നു വരുമ്പോ ആ കളറാവും, റെഡ് കളർ അത്രത്തോളം വരും. ഇത് പക്ഷേ ലൈറ്റ് കളറാണ്. പ്രായപൂർത്തിയാകുമ്പോ ഇതേപോലെ ഈ കളറാവും. ഇതെന്താണിത്? ഇത് ആഫ്രിക്കൻ ഫിഷർ എന്ന് പറയുന്നതാണ്. ഫിഷർ ഇത് കുഞ്ഞുങ്ങളാണ്. ഇവിടെ ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ്. ഇപ്പൊ ഏകദേശം ഒരു 3 മാസം ആയിട്ടുള്ളൂ. തുടങ്ങി. അതുകൊണ്ട് മാറ്റിയിട്ടതാണ്. ഇനി കുറച്ച് ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് ഫ്ലൈയിങ് കീഴിലേക്ക് മാറി. ഇത് തന്നെ ഫിഷറാണ്. ഇത് കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് ഏകദേശം 3 കുഞ്ഞുണ്ട്. ആയനത്തിന്റെ പേര് അത് അക്വായിനാണ്. അത് എന്ത് വിലയുള്ളതാണ്? ഇത് ഒരു സാധാരണ നമ്മുടെ ഒരു 1000-1500 രൂപയ്ക്കകത്ത് വരുന്ന വിലയുള്ളൂ. അതിനകത്ത് പിന്നെ അതിന്റെ കൂടെ ഉള്ളത് വന്നിട്ട് വെറും ക്രീം ഐനോ എന്ന് പറഞ്ഞത് അതുണ്ട്. അതിനകത്ത് കുഞ്ഞുങ്ങളിരിപ്പുണ്ട്. ഓറഞ്ച് ഓക്ലൈൻ എന്ന് പറയുന്നത്. മെയില് ഓറഞ്ച് ഒപ്ലൈനും ഫീമെയില് വന്നിട്ട് റെഡ് ഹെഡ് ഓപ്ലൈനാണ്. അതിരിക്കുകയാണ്, മുട്ടയിട്ടിരിക്കുകയാണ്. ഭൂമിഗീതം പരിപാടിയെ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അലങ്കാര പക്ഷികൾ വളർത്തുന്നതിനെ പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ അതും ദയവായി ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ മേൽവിലാസം ഭൂമിഗീതം, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഭൂമിഗീതത്തിൻ്റെ ഈ ഉപാഖ്യാനം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.